അപ്പോൾ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വ്ലോഗിലേക്ക് എല്ലാവർക്കും വെൽക്കം. അപ്പോൾ കുറേ ആയി ഞാൻ വിചാരിക്കണം ഒരു ഡേ ഇൻ മൈ ലൈഫ് വ്ലോഗ് എടുക്കണം എന്നൊക്കെ ഞാൻ വിചാരിക്കാൻ വേണ്ടിയിട്ട് കുറേ ആയി ഉണ്ടായിരുന്നു. ബട്ട് എന്തോ അതെടുക്കൽ നടന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ, ഇന്നൊരു സൺഡേ ആണ്, ഇന്നൊരു വീക്കെൻഡാണ്, പ്രത്യേകിച്ച് സ്പെഷ്യലുള്ളൊരു ഡേ ഒന്നും അല്ല കേട്ടോ, സാധാ ഒരു നോർമൽ ഒരു സൺഡേ ആയിരിക്കും ഇന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, ഇന്ന് നമുക്കൊരു ഡേ ഇൻ മൈ ലൈഫ് വ്ലോഗ് എടുത്താലോ എന്ന്. എൻ്റെ സൗണ്ടൊക്കെ പോയിരിക്കുക കേട്ടോ. രാവിലെ 7-7:30 ആയിട്ടുണ്ടാവും, എന്നാലും ഒരു വെയിലൊന്നും വന്നിട്ടില്ല. മൊത്തത്തിലൊന്നൊരു മൂടി ക്ലൈമറ്റാണ്. എൻ്റെ സൗണ്ടൊന്നും സെറ്റായിട്ടില്ല രാവിലെ എണീറ്റിട്ട്. അപ്പോൾ അങ്ങനെ, അപ്പോൾ അതൊരു നോർമൽ സൺഡേ ആണ്. സോ എന്തൊക്കെയാണ് ഇന്നത്തെ ഒരു ദിവസം ഞാൻ ചെയ്യുന്ന കാര്യങ്ങളും എല്ലാം ഒരു വ്ളോഗ് ആക്കിയാലോ എന്നൊരു ചിന്ത വന്നു. ഓക്കെ, അപ്പോൾ എൻ്റെ ഒരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗിലേക്ക് വൺസ് അഗെയിൻ വെൽക്കം. ഇന്ന് ഞാൻ എൻ്റെ ഒരു മോർണിംഗ് ടീ ആയിട്ടേ ഉള്ളൂ. രാവിലെ എണീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ബാൽക്കണിയിൽ വന്നിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. നല്ല വ്യൂ ആണ്. മിക്കവാറും ഒക്കെ ചായയും കൊണ്ട് ഇവിടെ ഇരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ചായയും കൊണ്ട് ഹാളിൽ ഇരിക്കും. ഹാളിൽ ന്യൂസ് വെച്ചിട്ടുണ്ടായിരിക്കും. പക്ഷെ രാവിലെ തന്നെ ഭയങ്കര ശോകം ന്യൂസുകളാണ് മിക്കപ്പോഴും ഉണ്ടാവും. എന്നും മർഡറും ആക്സിഡൻസും ഒക്കെയാണ്. എങ്കിലും രാവിലത്തെ ഒരു ഇത്തിരി നേരം ഒരു ടീ ടൈം ന്യൂസൊക്കെ വെച്ചിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ ഈ ബാൽക്കണി വന്നിരിക്കും. അങ്ങനെയൊക്കെയാണ് ഒരു നോർമൽ റൂട്ടീൻ വരുന്നത്. ഗുഡ് മോർണിംഗ്. ഇത് എപ്പോഴാ എണീറ്റേ വെച്ചിട്ടാ? ചിരിക്കൂ, കണ്ണെടുക്ക, കണ്ണ്. ചിരിക്കൂ, കണ്ണ്. ഇത് ചെക്കൻ കുറച്ച് നേരത്തെ എണീറ്റു. ചിലപ്പോൾ കുറച്ചും കൂടി കഴിയാറുണ്ട്. അപ്പം ഞാൻ പ്രതീക്ഷിക്കാണ്ട് പെട്ടെന്ന് എണീറ്റു വന്നു. ഞാൻ അല്ലെങ്കിൽ അവൻ എണീറ്റ് വരുന്ന വീഡിയോ ഒക്കെ എടുക്കാൻ വെച്ചിട്ട് അൺഎക്സ്പെക്റ്റഡ് ആയിപ്പോയി. അപ്പോൾ നമുക്ക് ഇന്നൊരു ലേസി ആയിട്ടുള്ള ഒരു സൺഡേ മോർണിംഗ് ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്നലെ നൈറ്റ് അല്ല, ഇന്നലെ ഈവനിങ്ങിൽ നമ്മളൊരു ഫ്ലവർ ഷോ ഒക്കെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു തൃശ്ശൂർ കേട്ടോ. അപ്പോൾ ഫ്ലവർ ഷോ ഒക്കെ കണ്ടുവന്നു. നമ്മൾ ഇന്നലെ പുറത്തുനിന്നൊക്കെയാണ് ഫുഡൊക്കെ കഴിച്ചത്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ രാത്രി സിനിമയൊക്കെ കണ്ട് വളരെ ലേറ്റ് ആയിട്ടാണ് കിടന്നുറങ്ങിയത്. അതുകൊണ്ട് തന്നെ രാവിലെ ഭയങ്കര ലേസി ആയിട്ടുള്ളൊരു മോർണിംഗ് ആണ്. അപ്പം നമുക്ക് ഈസി ആയിട്ട് തട്ടിക്കൂട്ടാൻ പറ്റാവുന്ന എന്തെങ്കിലും ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. അപ്പം നമ്മൾ ദേശീയ ഭക്ഷണം തന്നെയായി കഞ്ഞിയും പയറാണ് നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ വയ്ക്കാൻ പറ്റുന്ന അതാണല്ലോ. അങ്ങനെ അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് കഞ്ഞിയും പയറൊക്കെ കഴിക്കണം, കുറച്ചൊന്ന് ഫ്രഷ് ആവണം. കുറേ പരിപാടികളുണ്ട്. പ്രത്യേകിച്ച് ഇന്ന് എന്താണ് ഉണ്ടാവുക എന്നൊന്നും ഒരു ഐഡിയ ഇല്ല. വളരെയേറെ നോർമൽ ആയിട്ടുള്ളൊരു ഡേ, അത്രയേ ഉള്ളൂ. കുറേ ആയി ഡേ ഇൻ മൈ ലൈഫ് ചെയ്യണം എന്ന് വിചാരിക്കുന്നു. ഈ ഒരു ഡേയിൽ എന്തൊക്കെ ഉണ്ടാവും എന്ന് നമുക്കൊന്ന് വ്ളോഗാക്കി നോക്കി നോക്കാം. അപ്പം നമുക്ക് കഞ്ഞിയുടെ ഒപ്പം തന്നെ കുറച്ച് ചോറ് പെരട്ടിയിട്ട് നല്ല ഉപ്പുമാവും കൂടി ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇന്നലത്തെ കുറച്ച് ചോറുണ്ടായിരുന്നു ബാക്കി. അപ്പോൾ അമ്മയുടെ സ്പെഷ്യൽ ചോറ് ഉപ്പുമാവും കൂടി നമുക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റിനുണ്ട്. ഇവിടെ ഇവന് രാവിലെ വിച്ചൂട്ടനുള്ള കുറുക്ക് സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കുറേ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ടിട്ടാണ് ഇതിൻ്റെ ഒരു സംഭവം. ഞാനതൊരു വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരെണ്ണത്തിൽ കാണിക്കാം. ഇത് വളരെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളൊരു ഫുഡാണ്. കുറേ നട്ട്സൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ വിച്ചൂട്ടിൻ്റെ ഫുഡ് ഇതാണ്. ഇതിൻ്റെ റെസിപ്പി ഞാൻ വേറൊരു വീഡിയോയിൽ കാണിക്കാം കേട്ടോ. ഗ്രീൻ കളർ ഇല, ഇവിടെ ഗ്രീൻ കളർ ഇല. പൊടി പർപ്പിൾ കളർ, പർപ്പിൾ കളർ.
ആർപ്പ് വിളിക്കണോ നീ? ചായ. Thank you. അപ്പോൾ അങ്ങനെ ഉച്ചത്തെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഞങ്ങൾ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഇപ്പം നമുക്ക് സമയം ഈവനിങ് ആണ്. ഞങ്ങൾ ചായയൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം നമ്മളുടെ ഇപ്പോഴത്തെ ഒരു കറൻറ്റ് പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ചിൽഡ്രൻസ് പാർക്കുണ്ട് ഇവിടെ, നെഹ്റു പാർക്കുണ്ട് തൃശ്ശൂർ. സോ അവിടെയൊക്കെ ഒന്ന് പോയാലോ എന്ന് ആലോചിക്കുന്നു. കാരണം വിച്ചൂട്ടനെ ഇതുവരെ പാർക്കിലൊന്നും അങ്ങനെ കൊണ്ടുപോയിട്ടില്ല. അപ്പോൾ അവനൊരു എൻ്റർടൈൻമെൻറ്റ് ആവുമല്ലോ. അപ്പോൾ അങ്ങനെ പാർക്കിലൊക്കെ ഒന്ന് പോകണമെന്ന് വിചാരിച്ചിരിക്കുന്നേ ഉള്ളൂ. ബട്ട് ഞാൻ പറഞ്ഞില്ലേ, ഇന്നലെ ഞങ്ങൾ ഫ്ലവർ ഷോ കാണാൻ പോയിട്ടുണ്ടായിരുന്നു തൃശ്ശൂർ. അപ്പോൾ ഞാൻ ഇന്നലെ പോയപ്പോൾ കുറച്ച് വീഡിയോസുകളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ആദ്യം പോയിട്ട് ഫ്ലവർ ഷോ കൊണ്ടിട്ട് പോയി, എന്നിട്ട് നമുക്ക് പാർക്കിലെ വിശേഷങ്ങൾ കാണാം. ഓക്കെ. സാറ്റർഡേ ആണ് നമ്മൾ തൃശ്ശൂരിൽ നല്ല അടിപൊളി ഒരു ഫ്ലവർ ഷോ നടക്കുന്നുണ്ടെന്ന് ഇങ്ങനെ കേട്ടു. അപ്പോൾ നമ്മളിങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് വീഡിയോസുകളൊക്കെ കണ്ടിരുന്നു. അപ്പോൾ നമുക്കിങ്ങനെ ഒരു മോഹം നോക്കി, ഫ്ലവർ ഷോ ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല, എന്തായിരിക്കും. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇൻട്രസ്റ്റ് ആയി. അപ്പോൾ എന്നാൽ നമുക്കൊന്ന് ഫ്ലവർ ഷോ കാണാം എന്ന് വിചാരിച്ച് ഞങ്ങളിപ്പോൾ ഒന്ന് ഇങ്ങനെ റെഡി ആയിട്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് നോക്കി നോക്കാം. പല ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫ്ലവേഴ്സും ഒക്കെ ഉണ്ടാവും. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആവുമെന്ന് തോന്നുന്നു. ഞാൻ അതൊക്കെ പറ്റാവുന്ന പോലെ വീഡിയോസ് ക്യാപ്ചർ ചെയ്യാന്ന് വിചാരിക്കുന്നുണ്ട്. നമുക്ക് ഫ്ലവർ ഷോ കാണാൻ പോയാലോ? ഗിഫ്റ്റ് അടിച്ചതിനെ കുറിച്ച് ഒന്നുകൂടി വ്യക്തമായിട്ട് പറയൂ, എന്താ സംഭവം? അതെ, കഴിഞ്ഞ ദിവസം 4 ദിവസം മുമ്പേയാണ് എൻ്റെ കണ്ണൊന്ന് ടെസ്റ്റ് ചെയ്യാൻ പോയി. കണ്ണിൻ്റെ പവറൊക്കെ കൂടിയിട്ടുണ്ട്. അപ്പോൾ ട്രിനിറ്റി തൃശ്ശൂർ അശ്വനി ഹോസ്പിറ്റൽ, അശ്വനി ജംഗ്ഷൻ്റെ അവിടെ ആയിട്ടുള്ള ട്രിനിറ്റി ഹോസ്പിറ്റലിലാണ്, ഐ കെയർ ഹോസ്പിറ്റലിലാണ് പോയത്. അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു ഒരു ഓഫറുള്ള സമയമാണ്, ഇങ്ങനെ എന്താണ് നറുക്കെടുപ്പുണ്ട്, കൂപ്പൺ ഉണ്ട്. അപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചു, ഇതിപ്പോൾ നമ്മൾ കുറേ ഇപ്പോൾ കടകളിലൊക്കെ പോയാലും പറയുമല്ലോ, അതേപോലെ നറുക്കെടുപ്പ് നമുക്ക് അടിക്കുന്നൊന്നും വിചാരിച്ചറിഞ്ഞില്ല. ഞങ്ങളിപ്പോൾ ഫ്ലവർ ഷോ കാണാൻ വേണ്ടി ഇവിടേക്ക് വരുന്ന സമയത്താണ് അവർ വിളിച്ചിട്ട് ഫസ്റ്റ് പ്രൈസ് അടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. 3000 രൂപയാണ്. അപ്പോൾ അതിൻ്റെ സന്തോഷത്തിലിരിക്കുകയാണ്. 3000 രൂപയുടെ ചിലവുണ്ട്.
അച്ഛൻ വരുമ്പോൾ കൊടുക്കും. ഉമ്മ പറഞ്ഞു കൊടുക്കും. എങ്ങനെ പറയാ അവിടെ അപ്പോൾ ഞങ്ങൾ പാർക്കിലൊക്കെ പോയി വന്നു. വിഷുട്ട നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ. അവന് നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ആയും തോന്നി. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും അവിടെയുള്ള റൈഡ്സുകളിൽ അധികവും ഇപ്പോഴത്തെ ഏജിൽ ഇവന് പറ്റാത്ത ആണ്. അപ്പം അതുകൊണ്ട് കുറേയൊന്നും അവന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല. അവൻ്റെ പ്രായത്തിനെ പറ്റിയ 1-2 സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ല, അതിലൊക്കെ കയറ്റിയുള്ളൂ. പിന്നെ അവന് ഊഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഊഞ്ഞാൽ കുറേ നേരം എൻജോയ് ചെയ്തു അങ്ങനെയൊക്കെ. പിന്നെ കൂടുതലും എനിക്ക് തോന്നുന്നത് എനിക്കൊരു എബോവ് 3 years ഏജിലുള്ള കിഡ്സിനൊക്കെ ആയിരിക്കും കുറച്ചും കൂടി അത് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റാന്ന് തോന്നുന്നു. എന്തായാലും എനിവേ അവനൊരു ചേഞ്ചായി, അവൻ ഹാപ്പിയായി, നമ്മളും അത് കാണുമ്പോൾ ഒരു ഹാപ്പിനെസ് ആണല്ലോ അങ്ങനെ. അപ്പം ഞങ്ങൾ പാർക്കിലൊക്കെ പോയി. പിന്നെ അത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ ഷോപ്പിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. കുറച്ചധികം സാധനങ്ങൾ നമുക്ക് മേടിക്കാനുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അതൊന്നും ക്യാപ്ചർ ചെയ്തില്ല, കാരണം എൻ്റെ ഫോണിൽ അത്യാവശ്യം അപ്പോഴേക്കും നല്ല ചാർജ് ഇല്ലായിരുന്നു, ലോ ആയി. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതൊന്നും എടുത്തില്ല. അങ്ങനെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തി. ഇനിയിപ്പോൾ രാത്രി ഡിന്നറിൻ്റെ പരിപാടികളാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇനിയിപ്പോൾ അതൊന്നും ഇനിയിപ്പോൾ കാണിക്കുക. നമ്മൾ സിമ്പിളായിട്ടുള്ള അങ്ങനെ ഒന്നും നമ്മൾ വലിയ സ്പെഷ്യൽസ് ഒന്നും ഉണ്ടാക്കുന്നില്ല. നമ്മളുള്ള പോലെയൊക്കെ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി ഡിന്നർ ഉണ്ടാക്കി കഴിച്ച് കിടക്കും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്രയുള്ള എൻ്റെ ഒരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫ്. സൺഡേ ആണ് ഇന്നത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മേ ബി ഇന്ന് പാർക്കിൽ പോയി എൻജോയ് ചെയ്തായിരിക്കും കുറച്ചും കൂടി ഇന്നത്തെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഇന്നലെ നമ്മൾ ഫ്ലവർ ഷോ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസുകൾ നിങ്ങളിതിൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ ഒരു നോർമൽ ഡേ ആയിരുന്നു ഇന്ന്. ഓക്കെ, അപ്പോൾ വലുതായിട്ടൊരു കണ്ടന്റ് ഒന്നും ഇല്ല ഇന്നത്തെ വീഡിയോ. പ്രത്യേകിച്ചൊന്നുമില്ല, ഒരു സ്പെഷ്യൽ ഡേ ഒന്നും അല്ല, ഒരു നോർമൽ ഡേ. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഐ തിങ്ക് ഇവിടെ ഈ ഒരു വ്ളോഗ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫ്, സൺഡേ ഇൻ മൈ ലൈഫ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. വേറെന്തെങ്കിലും കണ്ടൻസ്, നല്ല നല്ല കണ്ടൻസ് ഒക്കെ ആയിട്ട് വരണം എന്നൊക്കെ മോഹമുണ്ട്. നോക്കട്ടെ, പറ്റാവുന്ന പോലെയൊക്കെ. യൂട്യൂബിൽ ആക്റ്റീവ് ആവണം എന്ന് വിചാരിക്കുന്നു, നോക്കട്ടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സോ ഇനി വേറൊരു വീഡിയോയിൽ കാണുന്നവരെ ടിൽ ദെൻ ബൈ ബൈ.